വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വന്നു നിന്ന് മത്സരിക്കുമ്പോൾ കയ്യും മെയ്യും മറന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയാണ് UDF ഘടകം ഒന്നടക്കം. അതിനിടയിൽ CPIM-ന് ചില വൈരാഗ്യ ബുദ്ധിയുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും നേടാൻ കഴിയാത്തതിൻ്റെ ജാള്യത മറച്ചു വയ്ക്കാൻ അവർ കൃത്യമായി പറയുന്നു, കേരളത്തിലെ LDF സംവിധാനം എന്നത് UDF-നെ എതിർക്കൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തും, CPI-ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കും എന്ന രീതിയിലേക്കാണ് വയനാട് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിന്തകൾ മാറിമറിയുന്നത്. പ്രിയങ്ക ഗാന്ധി വയനാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നിൽക്കുന്നത് ഇവിടുത്തെ CPIM-നെയോ LDF-നെയോ നോക്കിയിട്ടല്ല, ഇവിടുത്തെ ജനങ്ങളെ നോക്കിയിട്ടാണ്. വയനാട് എന്നത് കോൺഗ്രസിൻ്റെ കുത്തക സ്ഥലം മാത്രമല്ല, മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് തന്നെ പറയാവുന്ന, എല്ലാ രീതിയിലും കോൺഗ്രസിനെ കൈയകഞ്ഞ് സഹായിച്ചിട്ടുള്ള മണ്ഡലം. 4,31,770 വോട്ടിന് രാഹുൽ ഗാന്ധിക്ക് റെക്കോർഡ് ഭൂരിപക്ഷം നൽകിയ മണ്ഡലം. ആ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി ഏറ്റവും കുറഞ്ഞ പക്ഷം 5 ലക്ഷം വോട്ടിൻ്റെ എങ്കിലും മാർജിനിൽ ജയിക്കും എന്ന രാഷ്ട്രീയ ബോധമില്ലാത്തവർ നന്നേ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ CPIM-ൻ്റെ ഈ BJP സഹായ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നത്. വയനാട്ടിൽ കെ. സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കാൻ ശ്രമിക്കില്ല. കാരണം കഴിഞ്ഞ തവണ മത്സരിച്ച് കെട്ടിവെച്ച കാശും നഷ്ടപ്പെട്ടതിൻ്റെ കയ്പ് നീര് കുടിച്ചിറക്കിയ കെ. സുരേന്ദ്രന് ഇനിയും നാണം കെടാൻ വയ്യ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇനി മറ്റാരെയെങ്കിലും ഇറക്കാം, ഏതെങ്കിലും ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെ ഇറക്കി എന്തെങ്കിലുമൊക്കെ കാണിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. നിലവിൽ അവർ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലാണ്. എങ്ങനെയും CPIM-ൻ്റെ സഹായത്തോടു കൂടി പാലക്കാട് BJP വിജയിക്കാൻ വേണ്ടി കോൺഗ്രസിനെ പരാജയപ്പെടുത്തി കളയാം എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യവുമായി നീങ്ങുകയാണ്. ഇതിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഈ അവസരവാദികളായ മാർക്സിസ്റ്റുകാരെ ഏറ്റവും കൂടുതൽ ജനങ്ങളിപ്പോൾ വെറുക്കുന്നത് എന്തുകൊണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന സാഹചര്യം കൂടിയാണ്. അവസരവാദികൾ ഏത് രീതിയിലും ഇവിടെ വർഗീയത പറയാൻ ശ്രമിക്കുന്നത്, BJP-യേക്കാൾ കൊടൂരമായ രീതിയിൽ അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ CPIM ആണ് എന്ന് വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ഒരു കാര്യമാണ്. പച്ചയായി വർഗീയത പറഞ്ഞ് വിജയിക്കാൻ വേണ്ടി എന്ത് നാണം കെട്ട കളിയും കളിക്കുന്ന CPIM-ൻ്റെ ഈ രാഷ്ട്രീയവാദത്തെയാണ് ജനങ്ങൾ എതിർത്തു തുടങ്ങിയതും വെറുത്തു തുടങ്ങിയതും തള്ളിക്കളയുന്നതും.